ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷനും നടനുമായ പ്രേംകുമാർ കോൺഗ്രസിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തിരുവനന്തപുരം കഴക്കൂട്ടത്തെത്തുമ്പോൾ പ്രേംകുമാർ അംഗത്വമെടുത്തേക്കും. അതിനിടെ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന നേതൃത്വത്തിന്റെ ആവശ്യത്തോട് കെപിസിസി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുകൂല നിലപാട് അറിയിച്ചില്ല എന്നാണ് വിവരങ്ങൾ. സിപിഐഎമ്മുമായി ഇടഞ്ഞ പ്രേംകുമാർ കഴിഞ്ഞയാഴ്ച കോട്ടയത്ത് കെപിസിസിയുടെ സംസ്കാര സാഹിതി വേദിയിലെത്തിയിരുന്നു. വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര അടുത്ത മാസമാദ്യം തിരുവനന്തപുരം കഴക്കൂട്ടത്തെത്തുമ്പോൾ പ്രേംകുമാർ കോൺഗ്രസിൽ അംഗത്വമെടുത്തേക്കും. പ്രേംകുമാറിനെ സ്റ്റാർ ക്യാമ്പയിനറാക്കി പ്രചാരണത്തിൽ മുന്നിൽ നിർത്താനാണ് കോൺഗ്രസ് ആലോചന. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസിൽ ചേരുന്നതിനെ പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിഷമങ്ങളാണ് പറഞ്ഞത്. അല്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമല്ല. അതേസമയം കഴക്കൂട്ടത്ത് പ്രേംകുമാർ സ്ഥാനാർത്ഥി അയക്കില്ലെന്നാണ് വിവരം. സ്ഥാനാർത്ഥിത്വം പരിഗണിച്ചാൽ തിരുവനന്തപുരത്ത് മറ്റൊരു സീറ്റ് നൽകും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന നേതൃത്വത്തിന്റെ ആവശ്യത്തോട് കെപിസിസി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുകൂല നിലപാട് അറിയിച്ചില്ലെന്നാണ് സൂചന. ഇതിനിടെ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫിനുള്ളിൽ ആവശ്യം ശക്തമായി. മുൻ മന്ത്രിയും പാർട്ടി നേതാവുമായിരുന്ന CF തോമസിന്റെ സഹോദരപുത്രൻ സച്ചിനാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ UDF നിന്ന് പ്രവർത്തിച്ച, UDF വേണ്ടി വർക്ക് ചെയ്ത, കൊടി പിടിച്ച, കാലാകാലങ്ങളെ UDF ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥി നിർണയം കൃത്യമായും അവരെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു നിർണയം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് പ്രതികരണം. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.